ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രീമിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിനകത്ത് വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജി ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അത് കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ളത്. എല്ലാം കഴിഞ്ഞ് നമ്മളൊരു സെറ്റിൽ പഠിച്ചതെല്ലാം കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കറണ്ട് അഫെയർ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ഒപ്പം എക്സ്ട്രാ ഡീറ്റെയിൽസും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലും അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് ആഡ് ചെയ്താണ് ചെയ്യുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. നമ്മൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ല. അതായത് ചിലപ്പോൾ നമ്മൾ പല ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഇതൊരു ഈ മാസം, അതായത് മെയ് മാസത്തെ സയൻസ് ആൻഡ് ടെക്നോളജി ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു 100 ചോദ്യമുണ്ട്. ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 4 ആക്കി ഇടാം. കാരണം നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒറ്റ സ്റ്റെപ്പിന് എല്ലാം കൂടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. കുറച്ചായിട്ട് ഇടാം. അപ്പം നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. മറ്റേ ഒരുമിച്ച് ഇടാൻ നിന്നാൽ ഒന്നും പഠിക്കാൻ പറ്റാതെ ആയിപ്പോകും, സമയം വെറുതെ വേസ്റ്റ് ആയിപ്പോകും. അതുകൊണ്ട് ഞാനൊരു 25 ചോദ്യം ആദ്യം ഞാനിപ്പോൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. വാട്ട് ആർ വൂൾഫ് റൈറ്റ് സ്റ്റാർസ്? എന്താണ് വൂൾഫ് റൈറ്റ് സ്റ്റാർസ്? ദേ ആർ ഹൈലി ലുമിനസ് ഒബ്ജക്ട്സ് 1000 times that of the sun. പ്രീവിയസ്ലി ദേ വെയർ നോൺ ആസ് W ടൈപ്പ് സ്റ്റാർസ്. അപ്പോൾ എന്താണ്? രണ്ടും ശരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വൂൾഫ് റൈറ്റ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ. വളരെയധികം പ്രകാശമുള്ള, അതായത് സൂര്യൻ്റെ ഒരു 1000 ഇരട്ടി പ്രകാശമുള്ള ഒബ്ജക്ട്സുകളാണ് വൂൾഫ് റൈറ്റ് സ്റ്റാർസ്. അതിനെ പണ്ട് അറിയപ്പെട്ടിരുന്ന പേര് W ടൈപ്പ് സ്റ്റാർസ് എന്നാണ് അറിയപ്പെട്ടിരുന്ന പേര്. അടുത്ത ചോദ്യം, which of the following statement is or are correct about ആദിത്യ L1 മിഷൻ? അപ്പോൾ ആദിത്യ L1നെ കുറിച്ച് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ശരി? രണ്ടും ശരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ മിഷനാണ് ആദിത്യ L1 മിഷൻ. It will be launched using the PSLV in Excel and will have 7 payloads on board. അപ്പോൾ അത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന വെഹിക്കിളിൻ്റെ പേരാണ് PSLV എക്സൽ ടൈപ്പ് വെഹിക്കിളിലാണ് അത് ലോഞ്ച് ചെയ്യുന്നത്. അതിന് 7 പേലോഡ്സ് ഉണ്ട്. സൂര്യ പഠനത്തിനായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ആണ് ആദിത്യ L1. അതുപോലെ തന്നെ സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള കൊറോണയെ പറ്റി വിശദമായി പഠിക്കുകയാണ് ഈ മിഷന്റെ ലക്ഷ്യം. അപ്പോൾ ആദിത്യ L1ന്റെ ലക്ഷ്യം എന്താണ്? സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള കൊറോണയെ പറ്റി വിശദമായി പഠിക്കുക. ഇനി ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ഒരു പോയിന്റിന്റെ പേരാണ് ലഗ്രാഞ്ചിയൻ പോയിന്റ്. അവിടെ നിന്നാൽ സൂര്യനെ മുഴുവൻ സമയവും തടസ്സങ്ങളില്ലാതെ കാണാനാകും. അപ്പോൾ ഇതാണ് നമ്മൾ ആദിത്യ L1 മിഷന്റെ പോയിന്റ്. എവിടെയാണെന്ന് ചോദിച്ചാൽ ലഗ്രാഞ്ചിയൻ പോയിന്റിൽ നിന്നാണ് സൂര്യനെ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മിഷൻ അറിയപ്പെടുന്നത് ആദിത്യ L1 മിഷൻ എന്നാണ്. ആ ലഗ്രാഞ്ചിയൻ പോയിന്റിന്റെ സ്മരണാർത്ഥം L1 മിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഏത് PSLV എക്സൽ ടൈപ്പ് റോക്കറ്റിലാണ് നമ്മൾ ഇതിനെ ലോഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. കറക്റ്റ് PSLV എക്സൽ C56. അതാണ് നമ്മുടെ ലോഞ്ച് വെഹിക്കിളിന്റെ പേര്. PSLV എക്സൽ C56 2022 ജനുവരിയിൽ വിക്ഷേപിക്കാനാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദിത്യ L1 എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ മിഷനാണ്. PSLV എക്സൽ C56 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിളിലാണ് ഇതിനെ ബഹിരാകാശത്തേക്ക് വിടുന്നത്. അടുത്ത ചോദ്യം, ഓൺ വിച്ച് ഓഷ്യൻ ഫ്ലോ എ ഡീപ് സീ മൈനിങ് റോബോട്ട് പട്ടാനിയ 2 ഗോട്ട് സ്ട്രാൻഡഡ്? പട്ടാനിയ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡീപ് സീ മൈനിങ് റോബോട്ടാണ്. ആഴക്കടലിൽ ഇറങ്ങി മൈനിങ് ചെയ്യാൻ വേണ്ടി രൂപപ്പെടുത്തിയെടുത്തൊരു റോബോട്ടാണ് പട്ടാനിയ 2. അത് പസഫിക് ഓഷനിൽ മുങ്ങിപ്പോയി. അപ്പോൾ അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഏത് ഓഷ്യനിലാണ് പട്ടാനിയ 2 മുങ്ങിപ്പോയത്? പട്ടാനിയ 2 എന്താണ്? ഒരു ഡീപ് സീ മൈനിങ് റോബോട്ടാണ്. പസഫിക് ഓഷനിലുള്ള നിക്കലും കൊബാൾട്ടും ഒക്കെ മൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു മൈനിങ് റോബോട്ടാണ് പട്ടാനിയ 2. ഇപ്പോൾ എവിടെയാണത് മുങ്ങിപ്പോയത്? പസഫിക് ഓഷനിലാണ്. അടുത്ത ചോദ്യം, എഗെയിൻസ്റ്റ് നോവൽ കൊറോണ വൈറസ് വിച്ച് കൺട്രി ഹാസ് റിലീസ് ദ വേൾഡ്സ് ഫസ്റ്റ് അനിമൽ വാക്സിൻ? അപ്പോൾ ഏത് രാജ്യമാണ് ലോകത്തിലെ ആദ്യത്തെ അനിമൽ വാക്സിൻ, കൊറോണ വൈറസിനെതിരെയുള്ള അനിമൽ വാക്സിൻ റിലീസ് ചെയ്തത്? റഷ്യയാണ്. വേൾഡ്സ് ബിഗസ്റ്റ് സോളാർ കമ്പനി ലോങ്കി ഗ്രീൻ എനർജി ബിലോങ്സ് ടു വിച്ച് കൺട്രി? അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ കമ്പനിയായ ലോങ്കി ഗ്രീൻ എനർജി ഏത് രാജ്യത്തിൻ്റെതാണ്? ചൈനയുടേതാണ് ലോങ്കി ഗ്രീൻ എനർജി. എന്താണ് അതിൻ്റെ പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ കമ്പനി. വാട്ട് ഡസ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് എമിറ്റ്? അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് എമിറ്റ് ചെയ്യുന്നത് എന്താണ്? വെള്ളമാണ്, ജലത്തിനെയാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് എമിറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് CB-NAT ഇൻ COVID-19 ടെസ്റ്റ്? അപ്പോൾ COVID-19 ടെസ്റ്റിൽ CB-NATന്റെ ഫുൾ ഫോം എന്താണ്? കാട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. അതാണ് CB-NAT. എന്താണ്? കാട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്.
അടുത്ത ചോദ്യം, ഹു ക്യാൻ ഡൊണേറ്റ് പ്ലാസ്മ ടു COVID-19 പേഷ്യൻറ്റ്? COVID-19 പേഷ്യൻസിന് ആർക്കൊക്കെ പ്ലാസ്മ ഡൊണേറ്റ് ചെയ്യാം? അപ്പം ഈ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 4ഉം കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ദ ഡോണർ മസ്റ്റ് ഹാവ് റിക്കവേർഡ് ഫ്രം COVID-19 ഇൻഫെക്ഷൻ 2 വീക്സ് ബിഫോർ. അപ്പോൾ 2 ആഴ്ച മുൻപ് COVID-19 മുക്തനായിരിക്കണം അല്ലെങ്കിൽ മുക്തരായിരിക്കണം, അവർക്ക് ഡൊണേറ്റ് ചെയ്യാം. പിന്നെ 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള വ്യക്തിക്ക് ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് 8ൽ കൂടുതലായിരിക്കണം, മിനിമം വെയിറ്റ് 50 കിലോ ഉണ്ടായിരിക്കണം. അപ്പോൾ ആർക്കൊക്കെ നമുക്ക് പ്ലാസ്മ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? കോവിഡ് വന്ന് 2 ആഴ്ച മുമ്പ് ഭേദമായവർ, 18നും 60 വയസ്സിനും ഇടയിലുള്ളവർ, ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് 8ൽ കൂടുതലുള്ളവർ, 50 കിലോ വെയിറ്റിൽ കൂടുതലുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യാം, പ്ലാസ്മ ഡൊണേറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഡോജ് കോയിൻ? ഡോജ് കോയിൻ എന്താണ്? ഡോജ് കോയിൻ ഈസ് എ ക്രിപ്റ്റോ കറൻസി that was started in 2013 as an internet parody. It is a kind of an alternative to Bitcoin. അപ്പോൾ എന്താണ്? ബിറ്റ്കോയിൻ പോലെയുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ഡോജ് കോയിൻ. ഡോജ് കോയിൻ 2013 സൃഷ്ടിച്ചെടുത്തത്. 2013 അത് രൂപപ്പെട്ടത്. അതിൻ്റെ ഫൗണ്ടേഴ്സാണ് ബില്ലി മാർക്സും ജാക്സൺ പാമറും. ബിറ്റ്കോയിൻ പോലെയുള്ളൊരു ക്രിപ്റ്റോ കറൻസിയാണ് എന്ത്? ഡോജ് കോയിനും 2013 വന്നത്. Which Indian state would be the first one to have 2 green energy town? അപ്പോൾ 2 ഗ്രീൻ എനർജി ടൗൺ ഉള്ള ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ബീഹാർ ആണ്. ബീഹാറിലെ രാജ്ഗിറും ബോധ്ഗയുമാണ് 2 ഗ്രീൻ എനർജി ടൗണുകളോടുകൂടി ഇപ്പോൾ നിലവിലുള്ളത്. ഗ്രീൻ എനർജി ടൗൺ യൂസ് ചെയ്യുന്നത് സോളാർ എനർജിയാണ്, അതായത് ഇലക്ട്രിസിറ്റിക്കൊക്കെ വേണ്ടി സോളാർ പവർ യൂസ് ചെയ്യുന്നതാണ് ഗ്രീൻ എനർജി ടൗൺസ്. പാരമ്പര്യേതര ഊർജ്ജം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക, അതാണ് ഈ ഗ്രീൻ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് 2 അങ്ങനത്തെ അങ്ങനത്തെ ടൗൺ ഉള്ള ഗ്രീൻ എനർജി യൂസ് ചെയ്യുന്ന ടൗൺ ഉള്ള ആദ്യത്തെ സ്റ്റേറ്റ് ആണ് ബീഹാർ. ബീഹാറിലെ ഏതൊക്കെ സ്ഥലമാണ്? രാജ്ഗിറും ബോധ്ഗയയും. അടുത്ത ചോദ്യം, ഹു ലോഞ്ച്ഡ് പ്രാപ്തി പോർട്ടൽ? പ്രാപ്തി പോർട്ടൽ ലോഞ്ച് ചെയ്തത് ആരാ അല്ലെങ്കിൽ ഏത് വിഭാഗമാണ്? മിനിസ്ട്രി ഓഫ് പവർ ആണ്. മിനിസ്ട്രി ഓഫ് പവർ ആണ് പ്രാപ്തി പോർട്ടൽ ലോഞ്ച് ചെയ്തത്. പ്രാപ്തിയുടെ ഫുൾ ഫോം നോക്കാം നമുക്ക് ആദ്യം. പേയ്മെന്റ് റാറ്റിഫിക്കേഷൻ ആൻഡ് അനാലിസിസ് ഇൻ പവർ പ്രൊക്യൂർമെന്റ് ഫോർ ബ്രിങ്ങിങ് ട്രാൻസ്പെറൻസി ഇൻ ഇൻവോയ്സിംഗ് ഓഫ് ജനറേറ്റർ. അതാണ് പ്രാപ്തിയുടെ ഫുൾ ഫോം. അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി എല്ലാം പർച്ചേസ് ചെയ്യാൻ, പവർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ് പ്രാപ്തി പോർട്ടൽ. ഉൽപ്പാദകർക്കും വിതരണക്കാർക്കും ഇടയിൽ പവറൊക്കെ പർച്ചേസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് പവർ കൊണ്ടുവന്ന ഒരു പോർട്ടലാണ് പ്രാപ്തി പോർട്ടൽ. അടുത്ത ചോദ്യം, വിച്ച് ഗവൺമെന്റ് സ്കീം ഇൻ ഇന്ത്യ ഈസ് റിലേറ്റഡ് ടു പവർ ഡിസ്ട്രിബ്യൂഷൻ? അപ്പോൾ പവർ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിലെ സ്കീം എന്താണ്? ഉദയ് സ്കീമാണ്. ഉദയുടെ ഫുൾ ഫോം ആണ് ഉജ്വൽ ഡിസ്കോം. ഡിസ്കോം എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിനെയാണ് ഡിസ്കോം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന. യു ഫോർ ഉജ്വൽ, ഡി ഫോർ ഡിസ്കോം, എ ഫോർ അഷുറൻസ് ആൻഡ് വൈ ഫോർ യോജന. ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജനയാണ്. അതൊരു ഫിനാൻഷ്യൽ പാക്കേജ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പാക്കേജ് ആണ് ഉഡയ്. ഉഡയ് എന്താണ്? പവർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്കീമാണ് ഉഡയ്. പ്രാപ്തി പോർട്ടൽ എന്താണ്? ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി പവർ പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ് പ്രാപ്തി പോർട്ടൽ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് പൈമോ? PIMO. പൈമോ എന്താണ്? പൈമോ IIT മദ്രാസ് ഉണ്ടാക്കിയ ഒരു ഇലക്ട്രിക് ബൈക്കാണ് പൈമോ. അടുത്ത ചോദ്യം, വിച്ച് വെറ്റ്ലാൻഡ്സ് ഓഫ് ഇന്ത്യ ആർ രജിസ്റ്റേർഡ് അണ്ടർ മോൺട്രിയോക്സ് റെക്കോർഡ്? അപ്പോൾ മോൺട്രിയോക്സ് റെക്കോർഡിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യയിലെ വെറ്റ്ലാൻഡ്സ് ഏതൊക്കെയാണെന്നാണ് കിയോലാഡിയോ നാഷണൽ പാർക്കും ലോക്തക് ലേക്കും. എന്താണ് മോൺട്രിയോക്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ? 1990 അത് നിലവിൽ വന്നത്. ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള വെറ്റ്ലാൻഡുകളേക്ക് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സൈറ്റാണ്, ഒരു വെറ്റ്ലാൻഡ് സൈറ്റാണ് മോൺട്രിയോക്സ് റെക്കോർഡ്. അതിൽ ഇടം നേടിയ ഇന്ത്യയിലെ 2 വെറ്റ്ലാൻഡുകളാണ് കിയോലാഡിയോ നാഷണൽ പാർക്കും ലോക്തക് ലേക്കും. അടുത്ത ചോദ്യം, ദ കീ ഫൈൻഡിംഗ് ഓഫ് ദ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2020 ആർ ഗിവൻ ബിലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഇപ്പോൾ 2020 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നത് എന്തൊക്കെയാണ് കറക്റ്റ് എന്നാണ്. 4ഉം ശരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം 4 ഏതൊക്കെയാണെന്ന്. ഗാസിയാബാദ് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി ആഫ്റ്റർ ഡൽഹി ഇൻ ഇന്ത്യ. ഡൽഹിക്ക് ശേഷം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി ഗാസിയാബാദ് ആണ്. 37 out of 40 മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസ് ബിലോങ് ടു സൗത്ത് ഏഷ്യ. 40 സിറ്റികളിൽ 37 എണ്ണവും സൗത്ത് ഏഷ്യയിലുള്ളതാണ്. The top most polluted city is Xinjiang in China, followed by 9 Indian cities. അപ്പോൾ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് സിറ്റി ഏതാണ്? സിൻജിയാങ് ആണ്. ചൈനയിലെ സിൻജിയാങ് ആണ്.
തുടർന്ന് ബാക്കിയുള്ളത് 9 എണ്ണവും ഇന്ത്യൻ സിറ്റീസ് ആണ്. ആസ് പെർ ദ റിപ്പോർട്ട് 13 to 22% deaths in South Asia are due to air pollution. ഇപ്പോൾ സൗത്ത് ഏഷ്യയിൽ നടക്കുന്ന 13 മുതൽ 22% വരെയുള്ള മരണങ്ങളും എയർ പൊല്യൂഷൻ കാരണമാണ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് കാർബൺ വാച്ച് ആപ്പ്? അപ്പോൾ കാർബൺ വാച്ച് ആപ്പിനെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ശരി? രണ്ടും ശരിയാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ദ ആപ്ലിക്കേഷൻ ഇൻഫോംസ് ദ പേഴ്സൺ അബൌട്ട് ഹിസ് കാർബൺ എമിഷൻ ഓർ കാർബൺ ഫുട് പ്രിന്റ്. ഈ ആപ്ലിക്കേഷൻ, അതായത് ഈ ആപ്പ് നമുക്ക് ഒരാൾ ഉപയോഗിക്കുന്ന കാർബൺ എമിഷൻ അല്ലെങ്കിൽ കാർബൺ ഫുട് പ്രിന്റിന്റെ വിവരങ്ങൾ നൽകുന്നു. ദ ആപ്പ് വുഡ് ഹെൽപ്പ് പീപ്പിൾ പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ് ഡൂയിങ് ദെയർ ബിറ്റ്. അപ്പോൾ ഈ ആപ്പ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി ഓരോ ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ സഹായിക്കും. എന്താണ് കാർബൺ വാച്ച് ആപ്പ്? അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ്, ഇതൊക്കെ തന്നെയാണ് സംഭവം. അതൊരു ആപ്ലിക്കേഷനാണ്. അതായത് നമുക്ക് നമ്മുടെ കാർബൺ ഫുട് പ്രിന്റ് അറിയാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ കാർബൺ ഫുട് പ്രിന്റ്? കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവാണ് കാർബൺ ഫുട് പ്രിന്റ്. അതായത് ഒരു മനുഷ്യൻ അയാൾ ഉപയോഗിക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അത് ഏതൊക്കെയാണ് വരുന്നത്? കാർബൺ ഡയോക്സൈഡ്, മീഥേൻ പോലെയുള്ള ഗ്യാസസ് ഒരാൾ എത്രത്തോളം ഉപയോഗിക്കുന്നു, എത്രത്തോളം ജനറേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഓരോ പ്രവൃത്തി കൊണ്ട് എത്രത്തോളം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒരു മനുഷ്യൻ ജനറേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അളവാണ് കാർബൺ ഫുട് പ്രിന്റ്. അപ്പോൾ കാർബൺ വാച്ച് ആപ്പ് എന്താണ്? നമ്മുടെ കാർബൺ ഫുട് പ്രിന്റ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും ഈ ആപ്പിലൂടെ. എന്നിട്ട് അതിന് എങ്ങനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാമെന്നുള്ള സജഷനും തരുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന എക്സ്ട്രാ പോയിന്റ്സിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. ഞാൻ കമന്റ് സെക്ഷനിൽ അത് ക്ലിയർ ചെയ്ത് തരാൻ ശ്രമിക്കാം. അടുത്ത ചോദ്യം, വാട്ട് ആർ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ്? എന്താണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ്? വെരി ഹൈ മാഗ്നിറ്റ്യൂഡ് ഫ്ലഡ്സ് കോസ്ഡ് ബൈ ദ സഡൻ ഡ്രെയിനേജ് ഓഫ് വാട്ടർ ഫ്രം എ ഗ്ലേഷ്യൽ ലേക്ക്. അതാണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ്. എന്താണ്? ഒരു ഗ്ലേഷ്യൽ ലേക്കിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന ഫ്ലഡ്, അതാണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ്. അതായത് ഒരു ഗ്ലേഷ്യൽ ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞ് കൊണ്ട് രൂപം കൊണ്ടുണ്ടാകുന്ന തടാകമാണ്. മഞ്ഞ് കൊണ്ടുണ്ടാകുന്ന തടാകം, മഞ്ഞുവെള്ളം ഉരുകി ഉണ്ടാകുന്ന തടാകമാണ് ഗ്ലേഷ്യൽ ലേക്ക്. അതിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം, ഇങ്ങനെ ഉരുകി പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റിന് കാരണം, അല്ലെങ്കിൽ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ. Why is Khasan agricultural system in news? എന്തുകൊണ്ടാണ്? It is a well designed topo hydro engineered agro aquacultural ecosystem. ഇത്രയും നീണ്ട ഒരു പേരാണ്. It is a well designed topo hydro engineered agro aquacultural ecosystem. It is based on the regulation of salinity of water and tides. In India, it is practiced in Goa's estuarine system. എല്ലാം ശരിയാണ്. അപ്പോൾ എന്താണ് സംഭവം? ടൈഡൽ വേവ്സ് അനുസരിച്ച്, നമ്മുടെ തിരമാല അനുസരിച്ച് കൃഷി ചെയ്യുന്ന, അതായത് നമ്മൾ ഈ സലൈനിറ്റി വാട്ടർ, അതായത് ഉപ്പ് വെള്ളമുള്ള സ്ഥലത്ത് ടൈഡൽ വേവിൻ്റെ ആ ഒരു തീവ്രത അനുസരിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് ഖാസാൻ അഗ്രികൾച്ചറൽ സിസ്റ്റം. അതിപ്പോൾ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഗോവയിലാണ്. ഗോവയിലെ എസ്റ്റുറൈൻ സിസ്റ്റത്തിലാണ്. എസ്റ്റുററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നദി കടലിൽ വന്ന് ചേരുന്ന ഭാഗമാണ് എസ്റ്റുററി. അപ്പോൾ അവിടെയാണ്, ഗോവയുടെ ആ ഭാഗത്താണ് ഈ കൃഷി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതാണ് ഖാസാൻ അഗ്രികൾച്ചറൽ സിസ്റ്റം. അടുത്ത ചോദ്യം, ഇന്ത്യസ് ഫസ്റ്റ് പോളിനേറ്റർ പാർക്ക് വാസ് ഓപ്പൺ ഓൺ 29 ഡിസംബർ 2020 ഇൻ ഡാഷ്. എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളിനേറ്റർ പാർക്ക് നിലവിൽ വന്നത്? ഉത്തരാഖണ്ഡിലാണ് പോളിനേറ്റർ പാർക്ക് നിലവിൽ വന്നത്. എന്താണ് സംഭവം? പരാഗണം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിട്ടുള്ള ഒരു പാർക്കാണ് പോളിനേറ്റർ പാർക്ക്. അത് ഉത്തരാഖണ്ഡിലാണ് വന്നത്. IPBES സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് IPBES? Intergovernmental Science Policy Platform on Biodiversity and Ecosystem Services. ഒന്നുകൂടെ, Intergovernmental Science Policy Platform on Biodiversity and Ecosystem Services. അടുത്ത ചോദ്യം, a set of 20 global targets grouped under 5 strategic goals as the strategic plan for the biodiversity 2011-2020 for global biodiversity conservation is. ബയോഡൈവേഴ്സിറ്റി 2011-2020 ആ കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ആണ്. അതായത് 5 സ്ട്രാറ്റജിക് ഗോളോട് കൂടിയുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ആണ് HE ബയോഡൈവേഴ്സിറ്റി ടാർജറ്റ്. അപ്പോൾ എന്താണ് HE ബയോഡൈവേഴ്സിറ്റി ടാർജറ്റ്? 2011-2020 കാലഘട്ടത്തിലേക്കുള്ള സ്ട്രാറ്റജിക് പ്ലാൻ ആണ് HE ബയോഡൈവേഴ്സിറ്റി ടാർജറ്റ്. അടുത്ത ചോദ്യം, ദ മിനിസ്ട്രി ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ് റെസ്പോൺസിബിൾ ഫോർ ദ മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഈസ്. അപ്പോൾ
ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടായാൽ അതിനെ മാനേജ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. അപ്പോൾ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടായാൽ ഏത് മിനിസ്ട്രിയാണ് അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുന്നത്? ഹോം അഫയേഴ്സ് ആണ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. അടുത്ത ചോദ്യം, ദ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ വാസ് ഫസ്റ്റ് സെറ്റ് അപ്പ് ഓൺ വിച്ച് ഡാം ഇൻ കേരള? കേരളത്തിലെ ഏത് ഡാമിലാണ് ആദ്യമായി ഫ്ലോട്ടിംഗ് സോളാർ പാനൽ, ഒഴുകുന്ന സോളാർ പാനൽ നിർമ്മിച്ചത്? സെറ്റപ്പ് ചെയ്തത് എവിടെയാണ്? ബാണാസുര സാഗർ ഡാം. The standard value of solar constant that has been accepted and adopted universally. ഇപ്പോൾ യൂണിവേഴ്സൽ ആയിട്ട് അഡോപ്റ്റ് ചെയ്യപ്പെട്ട സോളാർ കോൺസ്റ്റന്റിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എത്രയാണ്? 1.367 kW/m². The process of breaking the image into the different groups is called segmentation. ഒരു ഇമേജിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പാക്കി ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെഗ്മെൻറ്റേഷൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മളിന്ന് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഒരുവിധം എല്ലാം കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതലും സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ ഇതുവരെയും PSC ബുള്ളറ്റിൻ റെഫർ ചെയ്തപ്പോൾ കണ്ടതെല്ലാം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പഴയ ചോദ്യങ്ങളൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. നമുക്കിനി അടുത്തൊരു 5 കറണ്ട് അഫയേഴ്സൂടെ പഠിച്ചിട്ട് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. 2020 നവംബറിൽ റംസാർ ഉടമ്പടി പ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളായി പ്രഖ്യാപിച്ച ഇന്ത്യൻ തണ്ണീർത്തടങ്ങളാണ് ലോണാർ തടാകം മഹാരാഷ്ട്രയിലെ ലോണാർ തടാകം, സുർ സരോവർ തടാകം ഉത്തർപ്രദേശ്. അപ്പോൾ റംസാർ ഉടമ്പടി പ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളായി പ്രഖ്യാപിച്ച ഇന്ത്യൻ തണ്ണീർത്തടങ്ങളാണ് ലോണാർ തടാകം മഹാരാഷ്ട്രയിലെ ലോണാർ തടാകവും സുർ സരോവർ തടാകം ഉത്തർപ്രദേശും. 2021 ഇന്റർനാഷണൽ ബേർഡ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന ഇന്ത്യൻ പട്ടണമാണ് ഗോരഖ്പൂർ, ഉത്തർപ്രദേശ്. ഇപ്പോൾ ഗോരഖ്പൂർ ഉത്തർപ്രദേശിലാണ് ഇന്റർനാഷണൽ ബേർഡ് ഫെസ്റ്റിവൽ 2021 നടക്കുന്നത്. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് SPC പരിശീലനം ലഭിച്ച കേഡറ്റുകളെ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന സന്നദ്ധ സംഘടനയാണ് സ്റ്റേറ്റ് വോളണ്ടിയർ കോർപ്സ്. എന്താണ് സ്റ്റേറ്റ് വോളണ്ടിയർ കോർപ്സ്? ലോകത്തിൽ തെങ്ങിന്റെ ജനിതക ഘടന വികസിപ്പിക്കുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 2020 നവംബറിൽ നടന്ന വേൾഡ് ഹെൽത്ത് എക്സ്പോയുടെ വേദിയാണ് നമ്മുടെ വുഹാൻ, ചൈനയിലെ വുഹാൻ. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ റംസാർ ഉടമ്പടി പ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളായി 2020 നവംബറിൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ തണ്ണീർത്തടങ്ങളാണ് ലോണാർ തടാകം. എവിടെയാണ് ലോണാർ? മഹാരാഷ്ട്രയിലാണ് ലോണാർ തടാകം. അതുപോലെ ഉത്തർപ്രദേശിലെ സുർ സരോവർ തടാകം. 2021 ഇന്റർനാഷണൽ ബേർഡ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? ഗോരഖ്പൂർ, ഉത്തർപ്രദേശ്. ഇനി സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പരിശീലനം ലഭിച്ച കേഡറ്റുകളെ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന സന്നദ്ധ സംഘടനയാണ് സ്റ്റേറ്റ് വോളണ്ടിയർ കോർപ്സ്. കേരള സർക്കാരിന്റെ നേതൃത്വത്തിലുള്ളതാണ് സ്റ്റേറ്റ് വോളണ്ടിയർ കോർപ്സ്. ലോകത്തിൽ തെങ്ങിന്റെ ജനിതക ഘടന വികസിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 3ാമത്തെ. 2020 നവംബറിൽ നടന്ന വേൾഡ് ഹെൽത്ത് എക്സ്പോയുടെ വേദിയാണ് വുഹാൻ, ചൈന. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോയിൽ ബുദ്ധിമുട്ടുണ്ടോ, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ ഡൗട്ട് മാക്സിമം എന്നെ കൊണ്ട് പറ്റും പോലെ ക്ലിയർ ചെയ്ത് തരാം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്